Hi dear students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th CBSE മാത്സിന്റെ ഫസ്റ്റ് ചാപ്റ്ററായ റിയൽ നമ്പേഴ്സ് ആണ്. റിയൽ നമ്പേഴ്സിന്റെ എക്സാമ്പിൾ 6. ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് 5 മൈനസ് റൂട്ട് 3 ഈസ് ഇറാഷണൽ. അല്ലേ, ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഒരു പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ മെത്തേഡ് പറഞ്ഞതല്ലേ, ആ സെയിം മെത്തേഡിലാണ് ഇതും നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റിലി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? 5 മൈനസ് റൂട്ട് 3 ഈസ് ഇറാഷണൽ എന്നത് കോൺട്രഡിക്ഷൻ മെത്തേഡിൽ എങ്ങനെ എടുക്കണം? 5 മൈനസ് റൂട്ട് 3 ഈസ് റാഷണൽ എന്ന് എടുക്കുക. എന്നിട്ട് നമുക്ക് അതിനെ എന്ത് ചെയ്യാം? P/Q ഫോമിൽ എഴുതാം. എഴുതുമ്പം ഇക്വേഷൻ കിട്ടും, സോൾവ് ചെയ്യും. സോൾവ് ചെയ്ത് വരുമ്പം റാഷണൽ എന്ന് കിട്ടും. അത് നമ്മുടെ എടുത്ത അസംഷൻ റോങ് ആണെന്ന് വരും. എന്നിട്ട് നമുക്ക് എന്ത് പറയാം? 5 മൈനസ് റൂട്ട് 3 ഈസ് ഇറാഷണൽ. ഈ മെത്തേഡിലാണ് ഇത് പ്രൂവ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ്ലി നമുക്ക് എന്തെഴുതാം? ലെറ്റ് us assume that ഫൈവ് മൈനസ് റൂട്ട് 3 ഈസ് റാഷണൽ. റാഷണൽ ആണെന്ന് പറഞ്ഞാൽ എന്താണ്? റാഷണൽ ആണെങ്കിൽ നമുക്ക് P/Q ഫോമിൽ എഴുതാം, വേർ P and Q are integers and Q not equal to 0. ഇങ്ങനെയാണല്ലേ. അപ്പം നമുക്ക് എന്തെഴുതാം? 5 മൈനസ് റൂട്ട് 3 ഈക്വൽ ടു A/B. ഒരു എയും ബിയും എന്താണ്? കോപ്രൈം ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ. അപ്പൊ ഈ കോപ്രൈം എന്ന് വെച്ചാൽ എന്താണ്? എക്കും ബിക്കും കോമൺ ഫാക്ടർ 1 മാത്രമേ വരാൻ പാടുള്ളൂ. 1 മാത്രം വരുന്ന നമ്പേഴ്സിനെയാണ് കോപ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്തെഴുതാം? എ ആൻഡ് ബി ആർ കോപ്രൈം ആൻഡ് ബി നോട്ട് ഈക്വൽ ടു 0. ഇനി ഈ ഇക്വേഷനെ നമുക്ക് എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം അല്ലേ. സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ A/Bയെ ഈക്വൽ സൈൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവരും. ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവരുമ്പോൾ ഒരു ഈക്വലിൻ്റെ ഇവിടെ ഒരു നെഗറ്റീവ് നമ്പർ ആണ്. ഈക്വലിൻ്റെ ഇപ്പുറത്ത് വരുമ്പം അതെന്തായിട്ട് മാറും? പോസിറ്റീവായിട്ട് മാറും. ഒരു ഈക്വലിൻ്റെ ഈ സൈഡിൽ പോസിറ്റീവ് ആണെങ്കിൽ അത് ഈക്വലിൻ്റെ ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോൾ അത് നെഗറ്റീവായിട്ട് മാറും. അപ്പം ഹിയർ നമുക്ക് A/B ഈക്വലിൻ്റെ ഈ ഇപ്പുറത്തെ സൈഡിലോട്ട് മാറ്റുമ്പം 5 മൈനസ് A/B. റൂട്ട് 3യുടെ കേസിലും അതുപോലെ തന്നെ ഈ റൂട്ട് 3യെ നമ്മൾ ഈക്വലിൻ്റെ ഇപ്പുറത്തെ സൈഡിലാവുമ്പോൾ എന്താവും? പോസിറ്റീവ് റൂട്ട് 3 എന്നാവും. പോസിറ്റീവ് നമുക്ക് മെൻഷൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, റൂട്ട് 3 എന്ന് എഴുതിയാലും പോസിറ്റീവ് തന്നെയാണ് അർത്ഥം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ LCM എടുക്കണം. LCM എടുക്കാൻ എന്താണ്? 5 മൈനസ് A/B. ഈ 5 ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ മീനിങ് എന്താണ്? 5/1 എന്നാണ് അല്ലേ. അപ്പം 5/1 മൈനസ് A/B ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം അല്ലേ. അപ്പൊ എന്ത് വരും? 5 ഇൻറ്റു ബി ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, പിന്നെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൈനസ് A ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു ബി. അപ്പം നമുക്ക് എന്ത് കിട്ടും? 5B മൈനസ് A ഡിവൈഡഡ് ബൈ ബി കിട്ടും. അപ്പോൾ നമുക്ക് ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 5B മൈനസ് A ഡിവൈഡഡ് ബൈ ബി ഈക്വൽ ടു എന്തെന്ന് എഴുതാം? റൂട്ട് 3 അല്ലേ. അപ്പൊ ഇതിന് എന്താണ് പറഞ്ഞത്? ഈ ഇവിടെ നോക്കിക്കേ, 5B മൈനസ് A ഡിവൈഡഡ് ബൈ ബി. ഇവിടെ എയും ബിയും എന്താണ് നമ്മൾ പറഞ്ഞത്? കോപ്രൈം ആണ് അല്ലേ. കോപ്രൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റിജേഴ്സ് ആണ്. ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ 5 ഇൻറ്റിജേഴ്സ് ആണ്, ബി ഇൻറ്റിജേഴ്സ് ആണ്, എ ഇൻറ്റിജേഴ്സ്. അപ്പോൾ എന്താണ്? 5B മൈനസ് A/B എന്താണ്? ഒരു റാഷണൽ ആണെന്ന് പറയാം അല്ലേ. ഇതൊരു റാഷണൽ ആണെന്ന് പറയാം. സ്വാഭാവികമായിട്ടും ഇത് രണ്ടും ഈക്വൽ ആണെന്നല്ലേ ഈ ഈക്വൽ സൈൻ നമ്മൾ അർത്ഥമാക്കുന്നേ. അപ്പൊ ഇത് റാഷണൽ ആണെങ്കിൽ റൂട്ട് 3 നമുക്ക് എന്താണെന്ന് പറയാം? റാഷണൽ ആണെന്ന് പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു എന്താണ്? റൂട്ട് 3 ഈസ് ആൻ ഇറാഷണൽ അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയ അസംഷൻ എന്താണ്? തെറ്റാണ് അല്ലേ. കോൺട്രഡിക്റ്റ് ആയി അല്ലേ. റൂട്ട് 3 ഇവിടെ നമുക്ക് റാഷണൽ എന്ന് കിട്ടി. പക്ഷെ റൂട്ട് 3 എന്താണ്? റാഷണൽ അല്ല, ഒരു ഇറാഷണൽ ആണ്. അപ്പൊ നമുക്ക് എന്തെഴുതാം? 5 മൈനസ് റൂട്ട് 3 ഈസ് ഇറാഷണൽ.
ബാക്കി സ്റ്റെപ്പ് എങ്ങനെ എഴുതാം? ഹിയർ 5, a, b are integers. (5b minus a divided b is rational). Okay, അങ്ങനെയാണെങ്കിൽ so √3 is also rational. This contradicts the fact that √3 is irrational. Therefore, our assumption is wrong. Hence, 5 minus √3 is irrational. ഓക്കെ, എങ്ങനെയാണ് പറയുന്നത്? ഒന്നും കൂടി പറയാം. 5 മൈനസ് √3 ഇറാഷണൽ ആണെന്നാണ് നമുക്ക് ചെയ്യേണ്ടത്. നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റാഷണൽ എടുത്തു. 5 മൈനസ് √3 റാഷണൽ എന്ന് എടുത്തു. റാഷണൽ ആണെങ്കിൽ p/q ഫോമിൽ എഴുതാം. q നോട്ട് ഈക്വൽ ടു 0. അപ്പം നമുക്ക് എന്താണ് 5 മൈനസ് √3 ഈക്വൽ ടു a/b എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ ഈ എയും ബിയും എന്താണ്? കോപ്രൈം ആണ്. കോമൺ ഫാക്ടർ 1 മാത്രമല്ലാതെ വേറെ നമ്പേഴ്സ് ഒന്നും വരത്തില്ല. ബി നോട്ട് ഈക്വൽ ടു 0. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് a/b ഈക്വലിന്റെ ഇപ്പുറത്ത് കൊണ്ടുവന്നപ്പം നെഗറ്റീവ് a/b ആയി, √3 അപ്പുറത്ത് കൊണ്ടുപോയി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. 5b മൈനസ് a ഡിവൈഡഡ് ബൈ b എന്ന് കിട്ടി, ഈക്വൽ ടു √3 എന്ന് കിട്ടി. അപ്പോൾ 5ഉം ബിയും എയും എല്ലാം ഇൻഡിജേഴ്സ് ആണ്. അപ്പോൾ അതെന്താണ്? റാഷണൽ ആണെന്ന് പറയാം. ഈക്വൽ സൈൻ ആയതുകൊണ്ട് √3യും എന്തെന്ന് നമുക്ക് പറയാം? റാഷണൽ ആണെന്ന് പറയാം. പക്ഷെ നമുക്ക് എന്താണ്? ഓൾറെഡി അറിയാം √3 ഈസ് ഇറാഷണൽ. അപ്പൊ എന്താ? നമ്മുടെ അസംപ്ഷൻ റോങ് ആണ്. ഹെൻസ് 5 മൈനസ് √3 ഈസ് ഇറാഷണൽ എന്ന് എഴുതാം. മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. Next question, example 7, show that 3√2 is irrational. തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലത്തിന്റെ അതേപോലെ തന്നെ 3√2 ഇറാഷണൽ ആണെന്ന് ചെയ്യേണ്ടത്. നമ്മൾ കോൺട്രഡിക്ഷൻ മെത്തേഡിൽ 3√2 റാഷണൽ എടുക്കുന്നു. റാഷണൽ ആണെങ്കിൽ p/q ഫോമിൽ എഴുതാം അല്ലേ? അപ്പൊ ആദ്യം എന്തെഴുതാം? Let us assume that 3√2 is rational. അങ്ങനെയാണെങ്കിൽ 3√2നെ നമുക്ക് എങ്ങനെ എഴുതാം? a/b എന്ന് എഴുതാം. Where a and b are coprime and b not equal to 0. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഈ √2നെ അതുപോലെ എഴുതിയിട്ട് ഈ 3 ഇവിടെ എന്താണ്? √2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുക അല്ലേ? അപ്പൊ ഈക്വലിന്റെ ഇപ്പുറത്തെ സൈഡിൽ വരുമ്പം ഈ 3യെ നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം അല്ലേ? അപ്പൊ എങ്ങനെ എഴുതാം? √2 ഈക്വൽ ടു a/b ഡിവൈഡഡ് ബൈ 3 അല്ലേ? അപ്പം ഇത് ന്യൂമറേറ്ററിലാണ്. ഇവിടെ വരുമ്പം ഈക്വലിന്റെ ഇപ്പുറത്ത് വരുമ്പം ഡിനോമിനേറ്ററിൽ വരും. അപ്പൊ നമുക്ക് വീണ്ടും എങ്ങനെ എഴുതാം? √2 ഈക്വൽ ടു a/b ഇൻറ്റു 1/3. ഓക്കെ ആയില്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? a/3b. √2 ഈക്വൽ ടു a/3b അല്ലേ? ഇവിടെ എന്താണ്? എയും ബിയും ഇൻഡിജേഴ്സ് ആണ്. 3 ഇൻഡിജർ ആണ്.
അപ്പൊ എന്തെഴുതാം? a/3b എന്താണെന്ന് നമുക്ക് കിട്ടും? ഒരു റാഷണൽ ആണെന്ന് കിട്ടും അല്ലേ? റാഷണൽ ആണെങ്കിൽ ഇതിന്റെ ഈക്വൽ ഇട്ടിട്ട് ഇവിടെ വരുന്ന √2 നമുക്ക് എന്തെന്ന് പറയാം? റാഷണൽ ആണെന്ന് അല്ലേ? ഇതൊന്ന് ശരിയാണോ? അല്ല, തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു √2 എന്താണ്? ഒരു ഇറാഷണൽ ആണ് അല്ലേ? അപ്പൊ നമ്മുടെ അസംഷൻ തെറ്റായി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഹിയർ a, b and 3 are integers a/3b is rational. Then √2 is also rational. This contradicts the fact √2 is irrational. Therefore, our assumption is wrong. Hence, 3√2 is irrational. ഓക്കെ ആണല്ലോ? സിമ്പിൾ ആണല്ലേ? ആദ്യം തന്നിരിക്കുന്ന ക്വസ്റ്റ്യന് നമുക്ക് എന്താണ്? ഇറാഷണൽ ആണെന്ന് ചെയ്യണം. നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റാഷണൽ എടുക്കുന്നു. റാഷണൽ ആണെങ്കിൽ p/q ഫോമിൽ എഴുതുന്നു. അപ്പൊ a/b എടുത്തു. എയും ബിയും കോപ്രൈം ആണ്. കോപ്രൈം എന്ന് പറഞ്ഞാൽ കോമൺ ഫാക്ടർ 1 മാത്രമേ വരാൻ പാടുള്ളൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷനെ സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യുമ്പോൾ √2 ഒരു സൈഡിലാക്കിക്കൊണ്ട് 3യെ നമ്മൾ ഈക്വലിന്റെ അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകും. ഇവിടെ 3 മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ വരുമ്പം ഡിവൈഡ് ചെയ്യും. എന്നിട്ട് √2 = a/3b എന്ന് കിട്ടും. എയും ബിയും 3യും ഇൻഡിജേഴ്സ് ആണ്. അപ്പൊ a/3b നമുക്ക് റാഷണൽ ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഈക്വൽ സൈൻ അല്ലേ? അപ്പം √2 നമുക്ക് എന്തെന്ന് പറയാം? റാഷണൽ ആണെന്ന് പറയാം. നമുക്ക് നേരത്തെ അറിയാം √2 എന്താണ്? ഒരു ഇറാഷണൽ ആണ്. അപ്പൊ എന്ത് ചെയ്തു? നമ്മുടെ ഇത് കോൺട്രഡിക്ഷൻ തെറ്റായി അല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? അവർ അസംഷൻ ഈസ് റോങ്. ഹെൻസ് 3√2 ഈസ് ഇറാഷണൽ. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.